2025 നവംബർ 1 കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് ഓരോ പ്രദേശത്തും പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ നടന്നിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ധർമ്മടം നിയോജകമണ്ഡലത്തെ സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത മണ്ഡലമായി പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കും എന്നത് 3 വർഷം മുമ്പ് സർക്കാർ കണക്കാക്കിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട ചുമതലകൾ ഏറിയ കൂറും നിർവഹിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. എന്നാൽ മറ്റെല്ലാ വകുപ്പുകളുടെയും സഹകരണവും ഇതിന് ആവശ്യമാണ്. ഇതിന്റെ ഭാഗമായുള്ള യോജിച്ച കൂട്ടായ ഇടപെടലുകളാണ് കേരളത്തിൽ നടന്നത്. കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കുക എന്നത് 3 വർഷം മുൻപ് സർക്കാർ കണക്കാക്കിയ കാര്യമാണ്. അത്തരമൊരു ലക്ഷ്യത്തോടെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ നല്ല പ്രതികരണമാണ് പൊതുവിലുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട ചുമതലകൾ ഏറിയ പോലും ഏകദേശം പൂർണ്ണം തന്നെ നിർവഹിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. എന്നാൽ മറ്റെല്ലാ വകുപ്പുകളുടെയും സഹകരണവും പിന്തുണയും ഇതിനാവശ്യമാണ് എന്ന് ഇതിന്റെ തുടക്കത്തിൽ തന്നെ കണ്ടിരുന്നു. 1% താഴെയായിരുന്നു കേരളത്തിലെ അതിദാരിദ്ര്യരുടെ കണക്ക്. ഇത് ഗൗരവമായെടുത്ത് അവരെയെല്ലാം അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തരാക്കുക എന്നുള്ളതാണ് സർക്കാർ എടുത്ത നിലപാട്. പദ്ധതി 1-ാം വർഷത്തിൽ എത്തിയപ്പോൾ തന്നെ നല്ല മാറ്റം ദൃശ്യമായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഡോക്ടർ വി ശിവദാസൻ എം പി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ രത്നകുമാരി, മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. PAU പ്രൊജക്ട് ഡയറക്ടർ M രാജേഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ TK അരുൺ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ NK രവി, AV ഷീബ, KK രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ധർമ്മടം മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും മികച്ച പ്രവർത്തനങ്ങൾ നടത്തി ഇതിനോടകം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2021 ആഗസ്റ്റ് മുതൽ അതിദാരിദ്ര്യരെ കണ്ടെത്തുന്നതിനും സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. റൈറ്റ് ടു സ്വിഫ്റ്റ് അസിസ്റ്റൻസ് സംരംഭവും മൈക്രോ പ്ലാനുകളും ആവിഷ്കരിച്ചാണ് അതിദാരിദ്ര്യമുക്ത മണ്ഡലമെന്ന ലക്ഷ്യം കൈവരിച്ചത്. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.